ജലജ നവ്യയോട് പറഞ്ഞിരുന്നു, എന്നെയും എൻ്റെ മോനെയും സംശയിക്കുന്നതിന്റെ പകരം നീ അനാമികയെ സംശയിക്ക്. എന്നേക്കാ കൂടുതൽ നിന്നോട് ദേഷ്യമുള്ളത് ആ അനാമികയ്ക്കാ. നീ അവളെ പോയി സംശയിക്ക് എന്ന് ജലജ പറഞ്ഞത് നവ്യയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും. നവ്യയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. ഇനി ഇവര് രണ്ടുപേരും അല്ലെങ്കിൽ അത് അനാമിക തന്നെയായിരിക്കും. ഒരു കാര്യമില്ലാതെ എൻ്റെ അമ്മായിയമ്മ അങ്ങനെയൊന്നും പറയില്ല. ഇനി അനാമികയാണെങ്കിൽ അവളുടെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി അത് തന്നെയാ. ആദ്യം സത്യാവസ്ഥ അറിയണം. അതെന്റെ അമ്മായിയമ്മയുടെ വായെന്ന് തന്നെ അറിയാണെങ്കിൽ വല്ലാണ്ടങ്ങ് അന്വേഷിക്കേണ്ട ആവശ്യം വരില്ല. എന്തായാലും എൻ്റെ അമ്മായിയമ്മയെ ഒന്ന് വരട്ടി നോക്കാം. ചിലപ്പോൾ സത്യങ്ങളെല്ലാം പുറത്തു വരും. ആ സമയത്തായിരിക്കും അഭി റൂമിലോട്ട് വരുന്നത്. എന്താ നീ നന്നായി ആലോചിക്കുന്നുണ്ടല്ലോ? എന്താ ഇനി എന്നെയും എൻ്റെ അമ്മയെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വല്ല പ്ലാനുമാണോ നീ ആലോചിക്കുന്നേ? അല്ല, നീയും നിന്റെ അനിയത്തിയും ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ നടക്കുമല്ലേ? നിങ്ങളുടെ സ്വത്ത് ആരടിച്ചു മാറ്റിയെന്നാ പറയുന്നേ? മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അനിയത്തിക്ക് കുറച്ച് സ്വർണം കൊടുത്തു. അതിനിപ്പോ നീ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട. അനിയത്തി വഴി നിനക്കും കിട്ടുമല്ലോ കുറച്ച് സ്വർണവും പണവും ഒക്കെ. അങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ട് വാ. എനിക്ക് അങ്ങനത്തെ സ്വർണവും പണവും ഒന്നും വേണ്ട. നിനക്കെന്നാ സ്വർണത്തിനോടും പണത്തിനോടും ആർത്തി ഇല്ലാതായി തുടങ്ങിയത്? എനിക്കേ നിന്റെ സ്വഭാവം അറിഞ്ഞതിന് ശേഷം സ്വർണത്തിനോടോ പണത്തിനോടോ ഒന്നും ആർത്തിയില്ല. എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നീ കരുതിയ ആ ദിവസം, അന്ന് നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു കൊല്ലുമായിരുന്നുവല്ലോ. എല്ലാവരെയും മുൻപിൽ നീ അഭിനയിച്ചു. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെയും അച്ഛനെയും എൻ്റെ അനിയത്തിയെയും ഒക്കെ നീ പറ്റിക്കില്ലായിരുന്നോ? അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇപ്പോൾ വല്യമ്മയുടെ സ്ഥാനത്ത് ഞാനായിരിക്കണം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടത്. അതെന്തോ ഭാഗ്യത്തിന് എന്നിൽ നിന്ന് തട്ടിത്തെറിച്ച് അത് വല്യമ്മയ്ക്കാ സംഭവിച്ചത്. അതുകൊണ്ടാ നിന്നോട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിലും ആ പാപക്കറ അങ്ങ് നീക്കട്ടെ എന്ന് കരുതിയിട്ട്. നീയും നിന്റെ അമ്മയും കൂടിയിട്ടല്ലേ എനിക്ക് കുടിക്കാനുള്ള പാലില് വിഷം കലർത്തിയത്. എടി, ആവശ്യമില്ലാത്തത് പറയരുത്. നിന്നെ കൊന്നു കളയാനുള്ള ദേഷ്യമൊന്നും എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഒന്നുമില്ല. പിന്നെ നീ എന്ന ശല്യം ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോണം, അത്രയേ ഞങ്ങൾക്കുള്ളൂ. നിന്നെ കൊന്നിട്ട് ഞങ്ങളെന്താ ജയിലിൽ പോയി കിടക്കാനാണോ? നീ ഒന്ന് പോയേ. എനിക്ക് നിന്നോടെ സംസാരിക്കാനേ താല്പര്യമില്ല. അപ്പൊ നീയും നിന്റെ അമ്മയും അല്ല അത് ചെയ്തേന്നാണോ നീ പറയുന്നേ? അല്ല, ഞങ്ങളല്ല ചെയ്തേ. നിനക്കിനി തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്ക്. അങ്ങനെ അഭി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നവ്യ മനസ്സിൽ പറയുന്നുണ്ട്, അപ്പോൾ അമ്മയും മോനും കൂടിയല്ല അത് ചെയ്തിരിക്കുന്നേ. അപ്പോൾ പിന്നെ അനാമികയെ തന്നെ സംശയിക്കണം. അങ്ങനെ നവ്യ ജലജയുടെ റൂമിലോട്ട് പോവാണ്. എന്താ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അഭി വരുന്നുണ്ടായിരിക്കും. അഭി അമ്മയെ കാണാനായിട്ട് റൂമിലോട്ട് കയറുന്നത് പുറത്തു നിന്ന് നവ്യ നോക്കുന്നുണ്ട്. ആദ്യം ഇവരെന്താ സംസാരിക്കുന്നതെന്ന് നോക്കാം. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടിയാലോ എന്നും പറഞ്ഞ് നവ്യ അവര് സംസാരിക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരിക്കും. അഭിയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേന്റെ കാലും കൈയും ഒക്കെ ഭയങ്കര വേദന. അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തത്. എന്നിട്ടിപ്പോ എൻ്റെ കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ കയ്യിൽ വല്ല മരുന്നുണ്ടോ? ഞാൻ തരാം. അല്ല, നിനക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ നീ ശയനപ്രദക്ഷിണം ചെയ്തത്. പിന്നെന്താ, നീ ആത്മാർത്ഥമായിട്ട് ചെയ്തെങ്കിൽ അതിനുള്ള ഫലം നിനക്ക് കിട്ടും. പിന്നെ നിന്റെ വല്യമ്മയുടെ കാര്യം, അവള് പിന്നെ അത് അനുഭവിക്കേണ്ടതാ. അവൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ചെങ്കിലും അവൾ അനുഭവിക്കണ്ടേ എന്ന് ജലജ പറയുന്നുണ്ട്. കൊള്ളാലോ, കിട്ടിയ അവസരത്തില് ഏട്ടത്തിയെ കുറ്റം പറയാനും ഈ തള്ളയ്ക്ക് നന്നായിട്ട് അറിയാം എന്ന് നവ്യ മനസ്സ് ചിന്തിക്കുകയാണ്. അമ്മേ, പിന്നെ ആ നവ്യയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അതെനിക്കും തോന്നി. അവളാണെങ്കിൽ നമ്മൾ രണ്ടുപേരുമാണ് പാലിന് വിഷം കലർത്തി അവളെ കൊല്ലാൻ നോക്കിയതെന്നാ അവള് പറയുന്നേ. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എന്നെയല്ല നീ സംശയിക്കേണ്ടതേ ആ അനാമികയെ തന്നെയാണെന്നാ. അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും വീണ്ടും നിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചത്. നീ അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. എന്നാലും അമ്മേ, ചെയ്യാത്ത തെറ്റിന് അവളിങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് തോന്നുന്നുണ്ട്. വേണ്ട, നമുക്കൊരു അവസരം കിട്ടും. അനാമികയ്ക്കെതിരെ നിൽക്കാൻ പറ്റുന്ന ആ അവസരത്തില് നമുക്കതെല്ലാം തുറന്നു പറയാം. ഇത് കേട്ട് നവ്യ ഞെട്ടുന്നുണ്ട്. അപ്പോൾ അനാമിക തന്നെയാ അത് ചെയ്തേ. അപ്പം തന്നെ നവ്യ വീഡിയോ ഓൺ ചെയ്ത് അതെല്ലാം റെക്കോർഡ് ചെയ്യാണ്. അനാമികയെ കൊണ്ട് നമുക്കിപ്പോൾ ഉപകാരമൊന്നും ഇല്ലെങ്കിലും പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവും. അന്ന് നമുക്ക് ഇതെടുത്തിട്ട നമുക്കും ഗുണമുണ്ടാവും. അതല്ലേ മോനെ നല്ലത്. അമ്മ പറയുന്നതും ശരിയാ. എന്തായാലും നമുക്കിവിടെ ഒരു സ്ഥാനവുമില്ല. അനിയും ആദർശമല്ലേ എല്ലാ ബ്രാഞ്ചും കൈകാര്യം ചെയ്യുന്നത്. ഒന്നെങ്കിലും നിനക്ക് തന്നിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കായിരുന്നു. അതിപ്പോ അതും തരുന്നില്ല. അതൊക്കെ നിന്റെ കയ്യിലിരിപ്പോണ്ടാണ്. എന്നാലും
ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അനാമികയെ ഒറ്റിക്കൊടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് എന്ന് ജലജ അഭിയോട് പറയാണ്. ആ അനാമികയ്ക്ക് നവ്യയോട് ഇത്ര ദേഷ്യമുണ്ടെന്ന് എനിക്ക് അന്നല്ലേ മനസ്സിലായത്. എന്തായാലും ആ നവ്യ നമുക്കൊരു ശല്യ. അതിപ്പോ അവളായിട്ട് തീർക്കുകയാണെങ്കിൽ അങ്ങ് തീർക്കട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ കണ്ടിട്ടും കാണാത്ത പോലെ ഇരുന്നത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ അത് ഏട്ടത്തിക്കാ ഏറ്റത്. എന്നാലും വേണ്ടില്ല, ആരെങ്കിലും ഒരാൾ വീണാ മതി. ഇനിയിപ്പോ നവ്യനെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പദ്ധതി നീ തന്നെ ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ നവ്യ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കൊല്ലാനായിട്ട് ഭർത്താവും അമ്മായിയമ്മയും കൂട്ടുനിന്നു എന്നാലോചിച്ച് ആകെ സങ്കടത്തിലായിരിക്കും നവ്യ. എന്തായാലും അനാമികയെ വെറുതെ വിടരുത്. സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയണം. അതിനായിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമിലോട്ട് പോകുന്നുണ്ട്. ആകെ സങ്കടത്തോടു കൂടിയായിരിക്കും നവ്യ അങ്ങോട്ട് പോകുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യം? മോളുടെ മുഖം ആകെ സങ്കടത്തിലാണല്ലോ, എന്തു പറ്റി? അത് പിന്നെ മുത്തശ്ശി, എനിക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി എന്നും പറഞ്ഞ് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിലോട്ട് പോണോ? അതൊന്നുമല്ല മുത്തശ്ശ, എനിക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കൂടെ നിന്ന് എല്ലാവരെയും കൊല്ലുന്ന ആൾക്കാരാണല്ലോ കൂട്ടത്തിലുള്ളത് എന്ന് ഓർക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കാൻ കൂടെ പേടിയാവുന്നുണ്ട്. മോൾ എന്തൊക്കെയാ പറയുന്നേ? മുത്തശ്ശൻ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ വീഡിയോ മുത്തശ്ശനും മുത്തശ്ശിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ഈ വീഡിയോ കണ്ട് ആകെ ദേഷ്യത്തിലായിരിക്കും. അപ്പം മോളെ, എല്ലാം ചെയ്തത് ആ അനാമികയാണ് അല്ലേ? ഇവിടെ നടന്ന ഈ കാര്യം അറിഞ്ഞിട്ടും ആരോടും പറയാതിരുന്ന ജാനകിയും അഭിയും ഇതിൽ പ്രതിയാ. ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല. ദേവയാനിയുടെയും നയനയുടെയും ഈ അവസ്ഥയ്ക്ക് കാരണം അവൾ ഇത്രയും സ്നേഹിക്കുന്ന അവളുടെ മരുമകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആ അനാമികയാണെന്ന് അറിയുമ്പോൾ അവളിത് എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇനി അനിയുടെ ഭാര്യയായിട്ട് അവൾ ഇവിടെ തുടരണ്ട. ഇത്രയും വലിയ ദ്രോഹം ചെയ്ത അവള് ഇനി അനന്തപുരിയിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി പുറത്തോട്ട് പോകുന്നുണ്ട്. എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അനാമികയും വരുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി മുത്തശ്ശൻ അനാമികയെ നോക്കാണ്. നീ ഇങ്ങ് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മുത്തശ്ശ, എന്താ കാര്യം? ഞാൻ നിന്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തിനാ മുത്തശ്ശ, എന്തെങ്കിലും വിശേഷം നടക്കാൻ പോവാണോ? അതെ, ഒരു വിശേഷം നടക്കാൻ പോവാ. ഈ വീട്ടിലെ ഒരു വിഷപ്പാമ്പ് കയറി കൂടിയിരുന്നു. ആ പാമ്പിനെ അടിച്ച് പുറത്താക്കാൻ പോവാ. നിർത്തടി നിന്റെ അഭിനയം. ഒന്നും അറിയാത്ത പോലെ നീ എൻ്റെ മുൻപിൽ നിൽക്കണ്ട. നീ വന്നു കയറിയ മുതൽ ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാ. നീയാണ് എല്ലാം ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു. എന്ത് ചെയ്തതെന്ന മുത്തശ്ശ? നീയല്ലേ പാലിന് വിഷം കലർത്തിയത്? മുത്തശ്ശൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തിനാ പാലിന് വിഷം കലർത്തുന്നേ? ഏയ്, അത് ഞാനൊന്നുമല്ല. അതെ, ആ നയനയും ഇതാ ഈ നിൽക്കുന്ന നവ്യയുമാണ്. നിർത്തടി, നീ നയനയെയും നവ്യയെയും കുറ്റം ചാർത്തണ്ട. നയനെപ്പോലൊരു പെൺകുട്ടി ഈ വീട്ടിലോട്ട് വന്നു കയറിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യ. നിന്നെയെ ഞാനിവിടുന്ന് അടിച്ചിറക്കാൻ പോകുന്നേ. നീ തന്നെയാ ഈ തെറ്റ് ചെയ്തത്. മുത്തശ്ശൻ ഞാനല്ല. അതിനെന്താ മുത്തശ്ശൻ്റെ കയ്യിൽ തെളിവുള്ളത്? തെളിവ് കാണിച്ചു തന്നാലേ നീ ഇവിടുന്ന് ഇറങ്ങൂ. അതെ മുത്തശ്ശ, ഒരു കാര്യമില്ലാതെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല. അങ്ങനെ നവ്യയുടെ കയ്യിൽ ഫോൺ എടുത്ത് അനാമികയ്ക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് അനാമിക പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വേണുവും രേവതിയും വരുന്നുണ്ട്. എന്താ മൂർത്തി സാറേ, സാറിങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? ഇതാ നിങ്ങളുടെ മകളെ കൈയോടെ തന്നിരിക്കുന്നു. ഇനി ഇവിടുന്ന് നിങ്ങളുടെ മകളെ കൊണ്ടുപോവാം. ഇനി ഇങ്ങനൊരുവള് ഇവിടുത്തെ മരുമകളായിട്ട് ജീവിക്കണ്ട. എൻ്റെ അനിയുടെ ഭാര്യയായിട്ട് ഇനി ഇവൾക്ക് ഇവിടെ തുടരാന് ഒരർഹതയുമില്ല. ഇവളെ വിളിച്ചോണ്ട് പോക്കോ. എന്താ സാറേ, സാർ എന്തൊക്കെയാ പറയുന്നേ? എന്തു പറയാനാ? മകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. മകള് കൂടെ വന്നോളും. നിങ്ങൾ വിളിച്ചോണ്ട് പോ. ഇനിയിപ്പോൾ വിശദമായിട്ട് പറയണമെങ്കിൽ ഞാൻ പറയാം. പാലിന് വിഷം കലർത്തിയത് നിങ്ങളുടെ മകളാണെന്ന് ഞങ്ങൾ അറിഞ്ഞു, വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി. എന്തായാലും ഇനി ഇവിടെ ഇവൾക്കൊരു സ്ഥാനവുമില്ല. മകളെ വിളിച്ച് ഇപ്പം തന്നെ ഇറങ്ങിക്കോളാം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് അനാമികയെയും അച്ഛനെയും അമ്മയെയും മൂർത്തി സാറ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്.